അപ്പോൾ സന്ധ്യാദീപം കുളത്തിൽ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. അപ്പോൾ വൈകുന്നേരമായിട്ട് ഏകദേശം 6 മണിയൊക്കെ ആയി. 2 സുട്ടപ്പന്മാർ മേലൊക്കെ കഴുകി വിളക്ക് കെട്ടാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഏറെയത്ത് കുറച്ച് നേരം ഇപ്പോൾ വിളക്ക് വയ്ക്കുള്ളൂ, കാരണം രണ്ടാളും വിളക്കുമ്പോൾ കളിക്കാൻ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 കൂട്ടന്മാരും പ്രാർത്ഥിച്ച് അമ്മ അതാ വിളക്കൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ? കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. നമ്മളെ ഇച്ചാപ്പിയല്ല അമ്പൂടുകൂട്ടം നല്ല വാശി കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ആശ നല്ല കരച്ചില്ല. അപ്പോൾ അനിയൻകൂട്ടൻ്റെ വാശി മാറ്റാൻ വേണ്ടി ചേട്ടായിക്കൂട്ടൻ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ ഓരോന്ന് ചെയ്യുന്നു. എന്ത് ചെയ്തിട്ടും ആശ നിൽക്കുന്നില്ല. ഇത് ഞാൻ ഉച്ചയ്ക്ക് എടുത്ത് വെച്ചൊരു കുഞ്ഞ് വീഡിയോ ക്ലിപ്പ് കേട്ടോ. ഞാൻ അവനെ ഉറക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കോലാണ്. കുറേ ആട്ടുന്നു, കയ്യിലിട്ടതാക്കുന്നു, സ്പ്രിങ് പോലെ ചാടുന്നു, എന്തൊക്കെ ചെയ്തിട്ടാണെന്നറിയാം. കുഞ്ഞാപ്പിക്കുട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര വാശി. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ക്ലാസ്സിന് പോകാൻ നേരത്ത് ഞാൻ അവനായിട്ട് കൊഞ്ചിക്കുന്നിട്ട് എങ്ങനെയൊക്കെ കരച്ചിൽ മാറ്റണമെന്ന് കരുതിയിട്ട് നിങ്ങളെ മക്കൾ ഇതുപോലെയൊക്കെ അവൻ്റെ ചില സമയത്ത്. അപ്പോൾ അതാ അവനെ കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ. അത് അമ്പുടുവിനെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. അമ്പുടു പെട്ടെന്ന് വലുതായി. നമ്മൾ ഇച്ചുവിൻ്റെ ഓരോ വളർച്ചയെ നല്ലപോലെ ആസ്വദിച്ചിരുന്നു കേട്ടോ. പക്ഷെ അമ്പുടുക്കുട്ടൻ എന്തോ പെട്ടെന്ന് വലുതായി പോയതല്ലോ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതാ വൈകുന്നേരം 2 വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കഴിക്കാൻ കൊടുത്തതാട്ടോ. നമ്മൾ ഇച്ചൂസ് അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ആയിട്ട് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചേട്ടനും അനിയനും 2 ഒറ്റയ്ക്കിരുന്ന് കഴിക്കണം. അപ്പോൾ അവർക്കതൊക്കെ കൊടുത്തു. പിന്നെ ഇതാ നമ്മളെ സ്ഥിരം കലാപരിപാടി പാത്രം കഴുകുക. ഇതുപോലത്തെ ഒരു ബേസൺ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ വാങ്ങി വയ്ക്കുന്നത് നല്ലതാട്ടോ. കാരണം നമുക്ക് പാത്രമൊക്കെ കഴുകി കഴിച്ച് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാൻഡിലോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റാൻഡ് അങ്ങനെ തുരുമ്പ് പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കറികളൊക്കെ മാറ്റി വെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. എന്നും വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഞാൻ മാറ്റി പിടിക്കണമെന്നൊക്കെ എന്താ അവിടെ ഒരു കലണ്ടർ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇത് എത്ര അത്യാവശ്യമാണ്. കാരണം വേറെ എവിടെയാണ് നോക്കാനുള്ള ടൈം ഉണ്ടാകുമ്പോൾ ഇടയ്ക്കെങ്കിലും നോക്കാം. അപ്പോൾ തന്നെ മീഷോന്ന് കുറച്ച് കുപ്പികളൊക്കെ ഓർഡർ ചെയ്താൽ കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോക്കുക. അത്യാവശ്യം നല്ല കുപ്പികൾ കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. സ്പൂണും കാര്യങ്ങളുണ്ട്. 12 ബോട്ടിൽസായിട്ട് വരുന്നത്. 4 വലിയ സൈസിലുള്ള ബോട്ടിലും അതിൻ്റെ മീഡിയം സൈസും പറ്റ ചെറുതും അങ്ങനെ. പിന്നെ ഞാൻ ആ റോളറും കൂടെ വാങ്ങി ആ കബോർഡിൽ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിയത് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആവശ്യത്തിന് പുറത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള ഓരോ കണ്ടെയ്നറിലാക്കി വെച്ചാൽ നാശാവത്തില്ല കേട്ടോ. ഈ തക്കാളിയും പച്ചമുളകും അതൊക്കെ. പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീക്ക് നല്ല ഇതിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്യുക. നമ്മൾ എന്നും ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് നാശമാവില്ല കേട്ടോ. പിന്നെ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അത്രയും വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഞാൻ അതിൻ്റെ അടുത്ത് ആവശ്യമുള്ള സാധനം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയും ഉപ്പും പഞ്ചസാരയും പിന്നെ കുറച്ച് കയ്യിലുകളൊക്കെ ഞാൻ കുപ്പിയിലിട്ട് വെച്ചാൽ അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് വരുമ്പോഴേക്കും നേരാവും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ എനിക്ക് ഗ്യാസ് അങ്ങ് കുറ്റി ഓഫാക്കാതെ കേട്ടോ ചെയ്തത്. അപ്പോൾ എനിക്കൊരു പേടി ലീക്ക് ആവുന്നുണ്ടോയെന്നൊക്കെ ഞാൻ കുറേ മണത്ത് നോക്കുന്നു, കൈ വെച്ച് നോക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കും ഭ്രാന്തുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാട്ടോ. പിന്നെ ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണാക്കാൻ ഞാൻ മറന്നു. പിന്നെ ഗ്യാസ് തീർന്നു എഴുതിയിട്ട് അങ്ങനെ പൊട്ടത്തരം കാണിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളവിടെയൊക്കെ ക്ലീൻ ചെയ്തത്. പിന്നെ ഞാൻ ആ മാസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യട്ടെ. ഇല്ലാത്ത സാധനങ്ങളൊക്കെ എഴുതി വെക്കുക. അത് നമ്മൾ കിച്ചൺ ക്ലീൻ, അതായത് കബോർഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതി വെക്കുക കേട്ടോ. പിന്നെ വാങ്ങാൻ പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത് നോക്കുക. നമ്മൾ അടുക്കളയിൽ ഒരു കുഞ്ഞു ബുക്കും പേനയും വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമുക്കപ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പുടുക്കുട്ടനോട് വഴക്കുണ്ടാക്കി വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഫോൺ വെച്ച് തരാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഫോൺ വെച്ച് കൊടുത്തിട്ടില്ല. ഫോൺ അങ്ങനെ വല്ലാതെ കൊടുക്കരുത് കേട്ടോ. പിന്നെ അത് അഡിക്ഷനായിട്ട് മാറും. പിന്നെ നമുക്ക് തന്നെ മാറ്റാൻ ഭയങ്കര പണിയും. ലോക്ക് തുറക്കാൻ വേണ്ടി ആശ നോക്കട്ടെ, എന്ത് ചെയ്തിട്ടോ അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഞാനതൊക്കെ മാറ്റി വെച്ച് ഞാൻ സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലം അവിടെ, അല്ലെങ്കിൽ ഷെൽഫിൻ്റെ മേലെ ഈ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടാവും ഫോൺ വെക്കുന്നത്. പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ നോക്കണം. അവൻ ആ ബുക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്, 2 കൊടുക്കട്ടോ. അല്ലാതെ അടങ്ങിയിരിക്കത്തേയില്ല. ഭയങ്കര വികൃതിയപ്പോൾ, പക്ഷെ ഭയങ്കര രസമാട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവൻ്റെ വികൃതിയൊക്കെ കാണാൻ. രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, സങ്കടം വരുന്നുണ്ട് ചിലപ്പോൾ.
അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. നിങ്ങളും പല അമ്മമാരും ഇതുപോലൊക്കെ തന്നെ അവരുടെ മക്കളെ വഴക്ക് പറഞ്ഞ് മടിച്ചെന്നൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ നേരത്തെ അവരോട് തലോടലും കൊഞ്ചിക്കലും ഒക്കെ ആ നേരത്തെ അവൻ ഉറങ്ങി കഴിയുമ്പോൾ എല്ലാ അമ്മമാർക്കുള്ള പൊതുവായൊരു സ്വഭാവമാണല്ലേ അത്. നമ്മളിവിടെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലെ വലിയ പണി ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ അമ്പുടൂസ് ഉറങ്ങിയിട്ടുണ്ട്. ആശാൻ ഇപ്പോൾ ഉറങ്ങുന്നുള്ളൂ, പിന്നെ ഇനി ഇന്നത്തെ ദിവസം ഉറങ്ങുന്നുള്ളൂ. ഇന്നലെയൊക്കെ വെളുപ്പിന് 4 മണി 3 മണിയൊക്കെ ആയ സമയത്തായിട്ട് ഉറങ്ങുന്നത്. ഇപ്പോൾ രാവിലെ അങ്ങനെ ഉറങ്ങലില്ല, ഒരു 10-15 മിനിറ്റൊക്കെ ഉറങ്ങി. നമ്മളെ ഇച്ചൂസ് കുടുക്കെടുത്ത് കുടിക്ക് നോക്കുക കേട്ടോ, പൈസ എടുക്കാൻ പറ്റുമോയെന്ന്. ഓരോരോ പുതിയ ശീലങ്ങൾ പഠിപ്പിക്കുന്നതല്ല കേട്ടോ. ഇപ്പോൾ ചില്ലറ പൈസ കൊണ്ടുവരുമ്പോൾ അവൻ അതിലേക്ക് എടുത്ത് ഇടുന്നുണ്ട്. അവനറിയാം അത് ഇടാനുള്ളതാണ് എന്നുള്ളത്. അതുകൊണ്ട് ചില്ലറ അവിടെ ഇവിടെ ഒന്നും കൊണ്ട് കളയത്തില്ല, അവിടെ കൊണ്ടിടും. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഇതാ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ കളഞ്ഞിരുന്നു. അപ്പോൾ ഇച്ചിരി പെനോയിലും കൂടെ ഒഴിച്ചിട്ട് വേഗം ഒന്ന് തുടച്ചെടുക്കട്ടെ. നമ്മൾ 2-3 വട്ടമൊക്കെ ഒരു ദിവസം തുടയ്ക്കുന്നത് നമ്മൾ മക്കൾസ് ഇങ്ങനെ വൃത്തികേടാക്കിയിടുന്നത് കൊണ്ട് അവർ പിന്നെ നിലത്ത് കിടന്ന് ഉരുളുന്നതുകൊണ്ട് അങ്ങനെ. നമ്മളെ വീട് വെള്ളം കയറിയ ഒരു ഇതാട്ടോ. 2 പ്രാവശ്യം വെള്ളം കയറുന്നു. അതിൻ്റെ ഒരു കേടുപാടുകൾ വീടിന് നന്നായിട്ടുണ്ട് കേട്ടോ. ആ ഷെൽഫൊക്കെ പറ്റ പോയിട്ടുണ്ട്. ഞാൻ ബെഡ് വിരിച്ചിട്ട് കഴിയുമ്പോൾ അവനൊരു തുള്ളലുള്ളതാണ് എപ്പോഴും. അപ്പോൾ ആ തുള്ളലൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ടോ ഏകദേശം 7 മണിയുള്ള. അപ്പോൾ അതാ വലിയച്ഛൻ്റെ മോന് മന്തിയും പെരി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. ഇന്ന് ന്യൂ ഇയർ അല്ലേ എന്ന് പറഞ്ഞാൽ അവനെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ മക്കളൊക്കെ കഴിച്ച് അപ്പോൾ അവരെ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.